വളരെ പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന വളരെ ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. വെറുതെ ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഔഷധ ഗുണങ്ങളുള്ള കൂവപ്പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും 2 ടീസ്പൂൺ കൂവപ്പൊടി മതി. സ്പൂണിൽ നിറയെ അളന്നെടുക്കുക. ഇനി അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കുക. അത് കട്ടകളൊന്നുമില്ലാതെ കലക്കിയെടുക്കുക. ആദ്യം കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതിന് ശേഷം കൂടുതൽ വെള്ളം ചേർക്കുക. വെള്ളം കൂടിപ്പോയാൽ മിക്സ് ആവാൻ ബുദ്ധിമുട്ടാണ്. ഇനി അതൊരു പാനിലേക്ക് മാറ്റിയിട്ട് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ വൈറ്റ് കളറൊക്കെ മാറി ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറൊക്കെ ആകുമ്പോഴേക്കും കൂവപ്പൊടി വെന്തോന്ന് മനസ്സിലാക്കാം. കൂവപ്പൊടി കുറുകിയതിലേക്ക് ഇനി ഒരു നേന്ത്രപ്പഴം അരിഞ്ഞത് കൂടി ചേർക്കാം. നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് ചെറുപഴം വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറുതീയിൽ പഴം വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കൂവപ്പൊടി ഒന്നുകൂടി കുറുകി വരുന്നതായിരിക്കും. കൂവപ്പൊടി കുറുകി വന്നിട്ടുണ്ട്, പഴം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിരുവിയ തേങ്ങയാണ് ചേർക്കുന്നത്. ഒരു പിടി തേങ്ങ ചേർത്താൽ മതി, തേങ്ങ കൂടി പോകണ്ട. തേങ്ങ ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് പിഴിഞ്ഞ പാല് ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഈ പാല് തേങ്ങാപ്പാൽ ചേർക്കാം, ഇല്ലെങ്കിൽ പശുവും പാൽ വേണമെങ്കിലും ചേർക്കാം. ഈ കൂവപ്പൊടിയുടെ കുറുക്ക് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാല് ചേർക്കണ്ട, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനല്പം പശുവിൻ പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കുറച്ച് നട്ട്സ് ഏതെങ്കിലും ചേർക്കാം. ഞാനിവിടെ 5-6 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. നട്ട്സ് ഒന്നും ഇല്ലാതാണ് പണ്ടുള്ളവർ ചെയ്തിരുന്നത്. മധുരത്തിന് വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ശർക്കര വേണമെങ്കിൽ ചേർക്കാം. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പ് അല്പം കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാം. എല്ലാം നന്നായി ചൂടായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ പാല് ചേർത്തത് കൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കുന്നത്. കൂവപ്പൊടി അല്പം കോസ്റ്റ്ലി ആണെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ 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 വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ ചൂടിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ 5-6 കിസ്മിസ് കൂടി ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനിലാണ് ഇതൊക്കെ. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കൂവപ്പൊടി കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.